ചോര ചിന്തി സമരരൂപം മാറി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ദേശീയമാനം ലഭിച്ചിരിക്കുകയാണ്. ഒടുവിൽ കോൺഗ്രസും കളത്തിലിറങ്ങി കണ്ണു തുറന്നതോടെ കാര്യങ്ങൾ പുതിയ ദിശയിലേക്ക്. അറസ്റ്റിൻ്റെ അലയൊലി വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ മുഴങ്ങും. പരീക്ഷാ ക്രമക്കേടുകൾ സൃഷ്ടിച്ച ജൻസികളുടെ നിരാശ അവഗണിച്ചു തള്ളാനാവില്ലെന്ന് ഒറ്റ ദിവസം കൊണ്ട് ബോധ്യപ്പെട്ടതോടെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസും പാർട്ടികൾക്ക് പിന്തുണയുമായി തെരുവിലിറങ്ങി. ഇതോടെ കോക്രോച്ച് ജനതാ പാർട്ടി തുടക്കമിട്ട വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ രാഷ്ട്രീയമാനം മാറുകയാണ്. പരീക്ഷാ ക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ച സമരം ഒരു മാസം പിന്നിടുമ്പോഴാണ് BJP സർക്കാരിനെ തീർത്തും പ്രതിരോധത്തിലാക്കുന്ന നിർണായക വഴിത്തിരിവ്. ഇതിന് നിമിത്തമായത് കഴിഞ്ഞ ദിവസത്തെ പാർലമെന്റ് മാർച്ചും അതിലേക്ക് ഒഴുകിയെത്തിയ പതിനായിരങ്ങളുടെ സ്വാഭാവിക പ്രതിഷേധവുമാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പുരോഗമിക്കവേ ചെറു പാർട്ടികളെ പിളർത്തിയും മറ്റും കരുത്തുകൂട്ടി ആത്മവിശ്വാസമുയർത്തുന്ന BJPക്ക് ഇത് കാണാനാകാതെ പോയത് വലിയ പിഴവാകുന്നു. ബംഗാൾ വിജയം നൽകിയ ആത്മവീര്യത്തിൽ രാഷ്ട്രീയ ബുൾഡോസർ പ്രയോഗങ്ങൾ ശക്തിപ്പെടുത്തിയ BJPക്കും നരേന്ദ്രമോദി സർക്കാരിനും ഇത് അപ്രതീക്ഷിതമായൊരു പ്രഹരമായി മാറി. അതിനെ മറികടക്കാൻ ഇനി നന്നായി കഷ്ടപ്പെടേണ്ടി വരും. പശ്ചിമബംഗാൾ, തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ദുർബലമായി പോയ ഇന്ത്യ സഖ്യത്തിന് പോരാട്ടവീര്യം പകരുന്നതാണ് പുതിയ വികാസങ്ങൾ. രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ അറസ്റ്റിൻ്റെ അലയൊലി പാർലമെന്റിൽ മുഴങ്ങുമെന്നും ഉറപ്പ്. ജന്തർ മന്ദറിലെ സമരം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെ അനുദിനം ശക്തി പ്രാപിച്ചപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസ് ഒഴിച്ചുള്ള പാർട്ടികളെല്ലാം പിന്തുണയുമായി എത്തിയിരുന്നു. കോൺഗ്രസിൽ നിന്ന് വക്താവ് പവൻ ഖേര മാത്രമാണ് ഒരു തവണ സമരപ്പന്തലിൽ വാങ്ചുങ്ങിനെ കാണാനെത്തിയത്. മറ്റ് ദേശീയ നേതാക്കൾ അതുവഴി പോയതേയില്ല. ചാത്രോങ്കി ഗുഞ്ച പ്രചാരണ പരിപാടിയിലൂടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വേറിട്ട സമരപാതയിലായിരുന്നു. സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ മാത്രമാണ് രാഹുൽ പ്രതിഷേധ പ്രസ്താവന ഇറക്കിയത്. എന്നാൽ CJPയുടെ പ്രതിഷേധ മാർച്ചിലേക്ക് ഒഴുകിയെത്തിയ വിദ്യാർത്ഥി പ്രവാഹം മുഖ്യധാര പാർട്ടികളുടെ കണ്ണു തുറപ്പിച്ചു. സമരത്തെ അവഗണിക്കരുതെന്ന ഇന്ത്യ സഖ്യത്തിലെ ഇടത് പാർട്ടികളുടെയും സമാജ്വാദിയുടെയും ആവശ്യത്തിന് മുന്നിൽ കോൺഗ്രസ് വഴങ്ങി. ഇതിനിടെ രാഹുലിനെയും പ്രിയങ്കയും അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചു. ഡൽഹിയിൽ കോൺഗ്രസ് പ്രതിഷേധത്തിൽ കസ്റ്റഡിയിലെടുത്ത രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വിട്ടയച്ചു. നേതാക്കളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ലെന്നാണ് റിപ്പോർട്ട്. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന CJP പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികളെ പോലീസ് തല്ലിച്ചതച്ചതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തുടർന്ന് പോലീസ് എത്തി നേതാക്കളെ കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയായിരുന്നു. 3.5 മണിക്കൂറിന് ശേഷമാണ് നേതാക്കളെ വിട്ടയച്ചത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പാർലമെന്റിന്റെ മാൺസൂൺ സമ്മേളനത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനായി വിദ്യാർത്ഥികളെ രാഷ്ട്രീയ ഉപകരണങ്ങളായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ എക്സ് പോസ്റ്റ്.